ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതൃകയുടെ 154 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പഠനവും ധ്യാനവുമൊക്കെ ജീവിതചര്യകളെയും അനുഭവങ്ങളെയും ചിന്താധാരകളെയും പ്രശോഭിതമാക്കുവാനിടയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. 37-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിൽ 37-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ധ്യാനപൂർവ്വം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 37 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, അങ്ങനെയുള്ള മനുഷ്യൻ്റെ അന്ത്യം സമാധാനമുള്ളതായിരിക്കും. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്തതി ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ അവസാന ഭാഗത്ത് ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല എന്ന വാക്യമാണ് ലാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞു, ദുഷ്ടൻ്റെ പ്രാബല്യവും അവൻ്റെ പച്ചിപ്പും ഒരു പ്രകടനമാണ്. അതിന് യഥാർത്ഥത്തിൽ പച്ചിപ്പില്ല, ഊർജ്ജസ്വലതയില്ല, ബലവും ശക്തിയുമില്ല. പുറമേ ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് പച്ചയാണെന്ന് കാണിക്കുന്നു, പ്രബലനാണെന്ന് കാണിക്കുന്നു, മിടുക്കനാണെന്ന് കാണിക്കുന്നു. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും തകർന്നു പോകുന്ന മണലിന്മേൽ വീട് വെച്ച മനുഷ്യൻ്റെ ജീവിതാനുഭവം പോലെയുള്ള ജീവിതാനുഭവമാണ് അതെന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് ലോകത്തിൽ നമ്മൾ ആകർഷണീയമെന്ന് കാണുന്ന പലതും പ്രിയമുള്ളവരെ അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികളെ, അവരെക്കുറിച്ച് പഠിക്കാൻ പോലും നമ്മൾക്കൊരു തുമ്പം കിട്ടുന്നില്ല. ചരിത്രം തേടിപ്പോയാൽ, വേര് തേടിപ്പോയാൽ അതിന് വേരില്ല. വേരില്ലാത്തതിനും ഉറപ്പില്ലാത്തതിനും ദൈവികമായ പ്രാബല്യമില്ലാത്തതിനും ഒന്നും നിലനിൽപ്പില്ല. അതൊക്കെ ഏത് നിമിഷവും താളടിഞ്ഞു പോകുന്നതാണ്, ഇല്ലായ്മയായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനം പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഇന്ന് നമ്മളൊക്കെ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റേതായ ഇംപ്രിൻറ്റുകൾ, എൻ്റേതായ കാഴ്ചപ്പാടുകൾ, എൻ്റേതായ കാൽപ്പാടുകൾ, ഞാൻ എന്തോ ആണെന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ഓട്ടത്തിലാണ് പലരും. തലക്കനം കാണിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളിൽ പലരും. മിടുക്ക് കാണിക്കാനുള്ള ഓട്ടത്തിലാണ് പലരും. അത് സമ്പാദ്യങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെ, ആഹ്വാനങ്ങളിലൂടെ ഞാൻ എന്തോ കണ്ടുപിടിച്ചു, എന്തൊക്കെയോ നേടിയെടുത്തു എന്ന് കാണിക്കുന്ന ഒരു ലോകമായെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം പ്രാർത്ഥനാപൂർവം ദൈവികമായി നിങ്ങളും ഞാനും ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമേ, നീ തരാത്ത ഉറപ്പില്ല, നീ തരാത്ത ശക്തിയില്ല. ഞാൻ ഈ ലോകത്തിൽ എന്തൊക്കെ കാൽപ്പാടുകളും വ്യാപാരങ്ങളും ചിന്താധാരകളും ഉറപ്പിക്കാൻ ശ്രമിച്ചാലും നിന്നിൽ ഉറയ്ക്കാത്തിടത്തോളം കാലം, നിൻ്റെ മനസ്സിൽ പതിക്കാത്തിടത്തോളം കാലം ഓർമ്മ പോലും പോകും. അത് ചിന്താധാരകളുടെ, ആശയങ്ങളുടെ, ചരിത്രങ്ങളുടെ, പാരമ്പര്യങ്ങളുടെ എല്ലാം കഥകൾ അതിൻ്റെ അകത്തിലുണ്ട്. വീണ്ടും പറയുന്നു, നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, അങ്ങനെയുള്ള മനുഷ്യൻ്റെ അന്ത്യം സമാധാനമുള്ളതായിരിക്കും. ദാവീദ് രാജാവ് പ്രാർത്ഥനാപൂർവം പ്രസ്താവിക്കുകയാണ്, നീ നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക. നേരിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി എന്നെ ശ്രദ്ധിക്കാൻ പറയുന്നില്ല, സങ്കീർത്തനക്കാരൻ പറയുന്നില്ല. നിഷ്കളങ്കനായിട്ടുള്ളവനെ ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് പലപ്പോഴും നമ്മൾക്ക് പാഠഭാഗങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് വിജയികളുടെ ചരിത്രമാണ്, എങ്ങനെയും വിജയിച്ചവരുടെ ചരിത്രമാണ്. അനേകരെ കൊന്നൊടുക്കി വിജയിച്ചവർ, അനേകരുടെ സംസ്കൃതി നശിപ്പിച്ചവർ, മഹാത്മാക്കളെന്ന് ഞെളിഞ്ഞവർ, അവരുടെയൊക്കെ ചരിത്രം നോക്കി പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, അവനെ ശ്രദ്ധിക്കുക, അവനെ പാഠഭാഗമാക്കുക, അവൻ ചരിച്ച വഴിത്താരകൾ എഴുതിയെടുക്കുക, ആ വഴികൾ പഠിക്കുക എന്നുള്ള ആഹ്വാനം.
ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ഭോഷ ഉറുമ്പിനെ നോക്കുക, അതിൻ്റെ അധ്വാനത്തെക്കുറിച്ച് പറയുന്നു. ജീവജാലങ്ങളെ നോക്കുക, സസ്യലതാദികളെ നോക്കുക. ഇന്ന് നമ്മൾ നമ്മിൽ തന്നെ നോക്കി നോക്കി മറ്റു പലതിനെയും മറന്നു കളഞ്ഞു. പല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ എപ്പോഴും ഓർത്തോണം, നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ സഭകളിലും സമൂഹങ്ങളിലും കുടുംബജീവിതങ്ങളിലും നിഷ്കളങ്കനെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടോ? നിഷ്കളങ്കനെപ്പറ്റി നമ്മൾ പറയും, ഓ അവൻ പൊട്ടനാ, നിഷ്കുവാണെന്ന് പറഞ്ഞ് വിലയിരുത്തുന്ന കാലഘട്ടമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ചിലരൊക്കെ നമ്മളുടെ മുൻപിൽ തോറ്റു തന്നിട്ടുണ്ടെങ്കിൽ, പിന്മാറിയിട്ടുണ്ടെങ്കിൽ, അവരൊന്നും മണ്ടന്മാരായിട്ടല്ല, നമ്മളെക്കാളൊക്കെ ഒത്തിരി മിടുക്കരാണ്, നമ്മളെക്കാളൊക്കെ ഒത്തിരി സമർത്ഥരാണ്, നമ്മളെക്കാൾ ലോകം കണ്ടവരാണ്, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരാണ്, നമ്മളെക്കാൾ ജീവിക്കാൻ കൊതിയുള്ളവരാണ്. ജീവിക്കാനുള്ള കൊതിയും അധികാരത്തിലെത്താനുള്ള പ്രാഗൽഭ്യവും ഓടുവാനുള്ള ഊർജവും ചില ഘട്ടത്തിൽ നമുക്ക് വേണ്ടി മാറിത്തരികയാണ്. സഹോദര, നീ ജയിച്ചു കൊള്ളുക. എൻ്റെ ജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നതിനേക്കാളും നിൻ്റെ ജയം കണ്ട് സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് സാക്ഷിക്കുന്ന ഒത്തിരി നീതിമാന്മാരുണ്ട്. അത് ഓട്ട മത്സരങ്ങളിലുണ്ട്, അവാർഡുകളുടെ മുൻപിലുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും തൃപ്തിയാകത്തില്ല. അവാർഡുകളായി, ബഹുമതികളായി, നേട്ടങ്ങളായി, പിന്തുണയായി പിന്നെയും പിന്നെയും എനിക്ക് കിട്ടണം. അങ്ങനെയുള്ളവനല്ല നിഷ്കളങ്കൻ. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുമ്പോൾ അവൻ്റെ വിജയത്തിൻ്റെ പാഠങ്ങൾ മാത്രമല്ല, നിർമ്മലൻ്റെയും നിഷ്കളങ്കൻ്റെയും പരാജയം പോലും വിജയമാണ്. അവൻ്റെ സൗമ്യത പോലും ഒരു വഴിത്താരയാണ്. അവൻ്റെ ദർശനം പോലും ആധ്യാത്മികതയാണ്. നിഷ്കളങ്കൻ്റെ ഭാവം പോലും ഒരു വലിയ ഭാവനയാണ്. ഇന്ന് പലപ്പോഴും നിഷ്കളങ്കൻ്റെ ഭാവനയും നിഷ്കളങ്കതയുടെ വഴിയും നിഷ്കളങ്കതയുടെ ആലോചനയും ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നമായി മാറ്റപ്പെടുന്നത്, മാറിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കനെ ശ്രദ്ധിച്ചു കൊള്ളുക. ഒരു ചൂണ്ടുപലകയാണ്, ഒരു നൈർമല്യത്തിൻ്റെ ഭാവമാണ്. നിഷ്കളങ്കതയുടെ ഭാവങ്ങൾ പല രീതിയിൽ തെളിഞ്ഞു വരും. ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചൊരു കഥ. ഒരു കുന്നിൻപുറത്ത് ഒരു സാധുവായ വല്യമ്മ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ഥലത്തിന് താഴെ റോഡ് സൈഡിൽ ഒരു ചെറിയ ഒരു ബോർഡ് ആരോ എഴുതി വെച്ചതാണ്. ഇവിടെ നിന്ന് അല്പം മുകളിലോട്ട് മല കയറിപ്പോയാൽ ഒരു സാധുവായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവരുടെ 50 രൂപ ഇവിടെ എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്. അത് കിട്ടുന്നവർ ദയവ് ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കണമേ. ആരോ ഒരാൾ എഴുതി വെച്ച ഒരു ചെറിയ ബോർഡാണ്. അതായത് ആ മലയുടെ മുകളിൽ താമസിക്കുന്ന ഒരു സാധു സ്ത്രീയുടെ, വയ്യാതിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ 50 രൂപ ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തിരികെ കൊടുക്കണമേ. ഒരു മനുഷ്യൻ അതുവഴി കടന്നു പോയപ്പോൾ ആ ബോർഡ് വായിച്ചു. അവന് പൈസ കിട്ടിയിട്ടില്ല. പക്ഷേ അവൻ ചിന്തിച്ചു, ദൈവമേ, മേളിലൊരു പാവം പിടിച്ച സ്ത്രീ താമസിക്കുന്നുണ്ടല്ലോ, അവരൊറ്റയ്ക്ക് താമസിക്കുവാണല്ലോ. ആ വരികൾക്കകത്തിൽ ആ സ്ത്രീയുടെ, ആ അമ്മച്ചിയുടെ ദൈന്യഭാവം എല്ലാം അയാൾ വായിച്ചു. കിട്ടിയില്ലെങ്കിലും ആ മനുഷ്യൻ മുകളിലേക്ക് നടന്നു ചെന്ന് അവിടെ ഒറ്റയ്ക്കായിരിക്കുന്ന ആ അമ്മച്ചിയെ കണ്ടു. ഒരു ചെറിയ കൂരയിൽ ആശ്രയം ആരുമില്ലാതെ, ഒരു മനുഷ്യനും നോക്കാനില്ലാതെ ക്ഷീണിതയായി കഴിയുന്ന ഒരു സാധു സ്ത്രീയെ ആ മനുഷ്യൻ കണ്ടു. അപ്പം അവരോട് ആ മനുഷ്യൻ പറഞ്ഞു, അമ്മച്ചി, എനിക്ക് അമ്മച്ചിയുടെ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ 50 രൂപ കിട്ടിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഉടനെ ആ അമ്മച്ചി പറഞ്ഞു, മോനെ, എനിക്കൊരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. എനിക്കിപ്പം നടക്കാൻ വയ്യ, അതുകൊണ്ട് ഈ കുന്നിറങ്ങിപ്പോകാൻ എനിക്ക് പറ്റത്തില്ല. ഇന്ന് തന്നെ ഇത് 4ാമത്തെ ആളാണ്, മോനെയും കൂടി കൂട്ടി 4ാമത്തെ ആളാണ് ഈ 50 രൂപ നഷ്ടപ്പെട്ടത് തിരികെ തരാനാണെന്നും പറഞ്ഞുകൊണ്ട് വന്നത്. എന്നിട്ട് ആ വന്ന ആൾ എന്നിട്ടും പറഞ്ഞു, അല്ല, അമ്മച്ചിയുടെ അതിരുന്നോട്ടെ, ഞാൻ സ്നേഹപൂർവ്വം ഒരു മകനെ പോലെ തരുന്നതാണ്.
ആ മനുഷ്യൻ ബന്ധപ്പെട്ട് കുന്നിറങ്ങി വന്നപ്പോൾ നടക്കുവാൻ അല്പം പ്രയാസമുള്ള ഒരു മനുഷ്യൻ ആ കുന്ന് കയറി വരുന്നു. ആ കയറി വരുന്ന മനുഷ്യൻ ഇറങ്ങിപ്പോയ മനുഷ്യനോട് ചോദിച്ചു, ഇവിടെ അടുത്ത് തന്നെയാണോ ഒരമ്മച്ചി താമസിക്കുന്നത്, കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്നത്? അവരുടെ ഒരു 50 രൂപ നഷ്ടപ്പെട്ടു, ആ ബോർഡ് കണ്ടു, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ആരോ എഴുതി വെച്ച ഒരു നിഷ്കളങ്കമായൊരു വാക്കുകൾ, നിർമ്മലമായ വാക്കുകൾ, ആർക്കും ബാധ്യത ഉണ്ടാക്കാതെ ഒരു ദോഷവും ഉണ്ടാക്കാതെ എത്രയോ നന്മകളിലേക്ക് ആളുകളെ നയിക്കുകയാണ്. ആ സാധു സ്ത്രീ അതറിഞ്ഞില്ല. അവരുടെ പ്രയാസം നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ, ഒരു ഭാരം വരാതെ, അവരെ നാണക്കെടുത്താതെ അവരുടെ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രം എഴുതിയപ്പോൾ ആ ബോർഡിൽ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കയറി ചെല്ലുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട ഒരു തലമുണ്ടാക്കിയെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു തലമുണ്ടാകണം. നിഷ്കളങ്കനെ ശ്രദ്ധിച്ചു കൊള്ളുക, നിഷ്കളങ്കനെ മാതൃകയാക്കിക്കൊള്ളുക. ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ മേഖലകളിലും അങ്ങനെയുള്ളവരെ മാതൃകയാക്കാനല്ല പറയുന്നത്. നമ്മളുടെ വിശ്വാസത്തിലും നമ്മുടെ ദർശനത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നു, ആരാധനയിൽ മാറ്റങ്ങൾ വന്നു. എന്തിന്? കേവലം നമ്മുടെ ക്രൈസ്തവ സഭകളുടെയും ഇതര സഭകളുടെയും ഒക്കെ സമൂഹങ്ങളുടെയും ഒക്കെ പഠന മേഖലകളിൽ മാറ്റങ്ങൾ വന്നു. വലിയ വലിയ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ വലിയ പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാത്തവരാണ്. ദൈവമേ ഇല്ലെന്ന് പറയുന്നവർ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാലഘട്ടം. നാസ്തികരായിട്ടുള്ളവർ വിശ്വാസം പഠിപ്പിക്കുന്ന കാലഘട്ടം. ഇന്നത്തെ സമൂഹത്തിന് പബ്ലിസിറ്റി മതി. വലിയ കോൺക്ലേവുകളാണ്, മീഡിയ കോൺക്ലേവ്, ഇതര കോൺക്ലേവുകൾ, ഇത് മതി. കോൺക്ലേവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ സമൂഹത്തിന് ആവശ്യമാണ്. മോട്ടിവേഷൻ ക്ലാസ്സസ് ആവശ്യമാണ്. മദ്യപിക്കുകയും കുടുംബകലഹമുണ്ടാക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നവർ ഇന്ന് സഭകളുടെയും സമൂഹങ്ങളുടെയും മുന്നണി പോരാളികളായി നിന്ന് വിശ്വാസം പഠിപ്പിക്കുന്ന കാലഘട്ടം. ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആ തലമുറകൾ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. യുവാക്കളും ബാലന്മാരും വിദ്യാർത്ഥികളുമൊക്കെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. ഇങ്ങനെ തെറ്റായിട്ടുള്ളവർ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മാതൃകകളായിട്ട് മാറുകയാണ്. അവരുടെ നോട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിയുമ്പോൾ വിശുദ്ധന്മാർ ഭോഷന്മാരാണ്, നിഷ്കളങ്കന്മാർ വിഡ്ഢികളാണ്, അവർ മൂഢന്മാരാണ്, അവർ ജീവിക്കാൻ അറിയാത്തവരാണ്. ഇന്നത്തെ പലപ്പോഴും ഓർത്തോണം, സൈക്കോളജിയുടെ വളർച്ചയിൽ സൈക്കോളജി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലതിനെയും തെറ്റിനെയും ന്യായീകരിക്കുകയാണ്. ലൈംഗിക അപജയങ്ങളെ ന്യായീകരിക്കുന്നു, തെറ്റിനെ ആഘോഷിക്കുന്നു, അസ്വസ്ഥതകളെ സ്വസ്ഥതകളായി വിലയിരുത്തുന്നു. സങ്കീർത്തനക്കാരൻ്റെ വാക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക. അതെ, നിഷ്കളങ്കനായ വ്യക്തി, നിഷ്കളങ്കമായ വിശ്വാസം, നിഷ്കളങ്കമായ ആചാരം, നിഷ്കളങ്കമായ അനുഷ്ഠാനം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഈ ലോകവീക്ഷണത്തിൽ നിഷ്കളങ്കന്മാർക്കൊന്നും സ്പീഡ് കാണത്തില്ല. അവരൊക്കെ പതുക്കെ പോകുന്നവരാണ്. നമുക്ക് ഭയങ്കര സ്പീഡാണ്, നമ്മൾ ഓടിപ്പോകുന്നവരാണ്. ഈ ഓടിപ്പോകുന്ന അതിവേഗം മുൻപോട്ട് കുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നന്മയും നിഷ്കളങ്കതയും ഒക്കെ തഴയപ്പെടുകയാണ്. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, ലൈഫ് ഹാസ് സ്പീഡ് ബട്ട് ട്രൂത്ത് എൻഡ്യൂറൻസ്. എന്ന് വെച്ചാൽ കള്ളത്തിന് സ്പീഡുണ്ട്, പക്ഷേ സത്യത്തിന് സ്ഥിരതയുണ്ട്, സുസ്ഥിരതയുണ്ട്. പറയത്തില്ലയോ, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴത്തേക്ക് കള്ളം ലോകം മൊത്തം റൗണ്ട് അടിച്ചിട്ട് വരുമെന്ന അത്ര സ്പീഡാണ്. ലൈഫ് ഹാസ് സ്പീഡ്. കാരണം ഈ കള്ളത്തരത്തിനും അകളങ്ക മാർഗങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ്. അത് പെട്ടെന്ന് പരക്കും. എങ്കിലും ശാന്തമായി നിഷ്കളങ്കതയെ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോയാൽ, നിഷ്കളങ്കനെ ശ്രദ്ധിക്കുവാൻ പോയാൽ ഇങ്ങോട്ട് കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു തരണമെന്നില്ല, നമ്മൾ പഠിച്ചോണം. കാരണം നിഷ്കളങ്കന് തുറന്ന ഒരു അനുഭവമുണ്ട്. അതിലെ ഓരോ അനുഭവങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. നിർമ്മലമായി പഠിക്കണം, നിർമ്മലമായി അതിനെയൊക്കെ കാണണം, അതിനെ അനുഭവിക്കണം. ഇന്ന് ഈ വീക്ഷണം നഷ്ടപ്പെട്ടു പോകുകയാണ്. അതിവേഗതയിൽ കളങ്കങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാത്തിനെയും കടന്നു പിടിക്കുകയാണ്. ഇന്ന് നിഷ്കളങ്കരുടെയും നിർമ്മലന്മാരുടെയും ദൗത്യമെന്ന് പറയുന്നത്
കളങ്കവും മാലിന്യവും പെയിൻ്റ് അടിച്ച, മോഡിഫിക്കേഷൻ വരുത്തിയ പലതിനെയും കണ്ടെത്തി അതിനെ തിരുത്തേണ്ട ഒരനുഭവമാണ്. പെസഹായ്ക്ക് വേണ്ടി, അന്ത്യത്താഴത്തിനു വേണ്ടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ അയക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കാണും. ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന മനുഷ്യനെ കാണും. അവനെ പിന്തുടരുക. അവൻ പ്രവേശിക്കുന്ന സ്ഥാനത്തേക്ക് പ്രവേശിക്കുക. അവിടെ യജമാനൻ നമുക്ക് പെസഹ ഭക്ഷിക്കുവാൻ തക്കവണ്ണം വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും. വൻമാളിക കാണിച്ചു തരും. അതെ, വെള്ളം ചുമന്നുകൊണ്ട് പോയവനെ അനുഗമിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഒരു കുടം വെള്ളത്തിന് അതിൻ്റേതായ ഭാരമുണ്ട്. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നവൻ അതിവേഗത്തിൽ പോകത്തില്ല, പതിയെ പതിയെ പോകത്തുള്ളൂ. വീഴാതെ സൂക്ഷിച്ചു പോകും. വെള്ളം നഷ്ടപ്പെടുത്താതെയാണ് പോകുന്നത്. ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്താതെ പതിയെ പതിയെ പോകും. അങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നവനെ പിന്തുടരാൻ പോകുമ്പോൾ അവൻ്റെ കാൽപ്പാടുകൾക്കും അവൻ്റെ വേഗത്തിനും അനുസരിച്ച് സ്പീഡ് ക്രമീകരിക്കണം, കുറയ്ക്കണം. ഓടിപ്പോകാൻ പറ്റത്തില്ല. അതെ, നിങ്ങൾ വെറും കൈയോടെ പോകുകയാണ്. അവൻ വെള്ളം ചുമന്നുകൊണ്ട് പോകുക. നീ വെറും കൈയോടെ പോയാലും നിൻ്റേതായ ഓട്ടം കുറച്ച്, തീവ്രത കുറച്ച് ശാന്തമായി പോകണം. അവൻ്റെ പിന്നാലെ പോകുമ്പോൾ, വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നവൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ മറിഞ്ഞു വീണാലോ നടക്കാൻ പറ്റാതെ പോയാൽ അവന് നീ ഒരു താങ്ങലാകണം. അതേ പ്രിയമുള്ളവരെ, ചില പ്രത്യേക സാഹചര്യത്തിൽ നിഷ്കളങ്കതയുടെ പ്രത്യേകത അതാ. നിഷ്കളങ്കന്മാരെ ശ്രദ്ധിക്കുമ്പോഴുള്ള പ്രത്യേകത അതാ. പതിയെ പോകണം. അവരെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുകയാണ്. പക്ഷേ പോകുന്ന അവസരത്തിൽ സഹായിക്കാൻ കിട്ടുന്ന അവസരം, പിന്താങ്ങാൻ കിട്ടുന്ന അവസരം ശ്രദ്ധാപൂർവം പോകണം. എൻ്റെ മുൻപിൽ അതാ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നു, ഭാരം വഹിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ വെറും കൈയോടെ പോയാലും അവൻ്റെ ഏകാഗ്രതയെ കളയുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാകരുത്, ശൈലികളുണ്ടാകരുത്. വളരെ സ്വസ്ഥതയോടും അനുപമമായ അനുഭവത്തോടും കൂടി പോകണം. ആ ഒരു വലിയ ആഹ്വാനം അവിടെയുണ്ട്. വീണ്ടും നോക്കിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. അങ്ങനെയുള്ള മനുഷ്യൻ്റെ അന്ത്യം സമാധാനമുള്ളതായിരിക്കും. നിഷ്കളങ്കതയും നേരുമുള്ളവനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യം സമാധാനമുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാടിപ്പോകരുത്. അവനെ നന്നായിട്ട് പഠിക്കണം. അവൻ്റെ ജീവിതം അന്ത്യം സമാധാനമുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്ന ഉടനെ അവൻ മരിക്കുന്നില്ല, പിന്നെയും അവൻ ജീവിക്കും, കുറേ വർഷങ്ങൾ ജീവിക്കും. നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടണം, ഒറ്റ നോട്ടത്തിൽ കൂടെ കിട്ടണം, ഒരു വായനയിലൂടെ കിട്ടണം, ഒരു ശ്വാസത്തിൽ കിട്ടണം. അതുകൊണ്ട് ആ തിരുവചനം തന്നെ പറയുന്നുണ്ട്, അവരുടെ ജീവിതാവസാനം ഓർത്തുകൊള്ളുക, അവരുടെ നല്ല വിശ്വാസം ഉൾക്കൊള്ളുക, അവരുടെ അന്ത്യം സമാധാനമുള്ളതാണ്. അതെ, നിഷ്കളങ്കനെയും നേരുള്ളവനെയും നോക്കിക്കൊള്ളുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടിയല്ല, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ, ഒന്ന് മനസ്സിലാക്കിയിട്ട് വരട്ടെ, ആരോടെങ്കിലും ചോദിച്ചിട്ട് വരട്ടെ, അങ്ങനെയല്ല. നിഷ്കളങ്കനെയും നേരുള്ളവനെയും നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞു തന്ന കാര്യമല്ല. ചിലതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ആ നിഷ്കളങ്കതയുടെയും നേരുള്ളതിൻ്റെയുമായിട്ടുള്ള നേരായ അനുഭവം നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു. ദാവീദ് അത് നേരിട്ട് കണ്ടില്ല, പരിശുദ്ധാത്മാവിൽ ദർശിക്കുകയായിരുന്നു. കർത്താവിലൂടെ അത് കാണിച്ചു തന്നു. അന്ത്യം സമാധാനമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്യം വരെ അതിനുവേണ്ടി കാത്തിരിക്കണം, കുറേ വർഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കണം. ഇതൊരു പീഡികയാണ്, ഇതൊരു അനുഭവമാണ്, ഇതൊരു തുടർക്കഥ പോലെയാണ്. ചില കാര്യങ്ങൾ അവസാനത്തോളം പിന്തുടരണം. ഒരു പരമ്പര ഉണ്ടാകണം. അതുകൊണ്ട് ആ പണ്ടുള്ളവരൊക്കെ പറയുന്നത്, ചില ആത്മീയ പിതാക്കന്മാരായി ഗുരുക്കന്മാരായി ഒരു പരമ്പര അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. ആ തുടർന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയുടെ ദിവ്യമായ അനുഭവം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. നമുക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം ഇതാണ്. നേരുള്ളവനെയും നിഷ്കളങ്കനെയും കാണാനോ ശ്രദ്ധിക്കാനോ സമയമില്ലാതെ നേരില്ലാത്തവൻ്റെ ജീവിതാനുഭവം പഠിച്ചുകൊണ്ടിരിക്കുന്നു, നേരില്ലാത്തവൻ്റെ സാക്ഷ്യം കേൾക്കുന്നു, നിഷ്കളങ്കതയില്ലാത്തവനെ മാതൃകയാക്കുന്നു. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകട്ടെ. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്തതി ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. നീതിമാന്മാർക്കൊരു രക്ഷയുണ്ട്, സാൽവേഷൻ ഓഫ് വിർച്യൂസ്.
നീതിമാന്മാർക്കൊരു അനുഭവമുണ്ട്, നീതിമാന്മാരുടെ രക്ഷ. അപ്പോൾ നമ്മൾ ഓർക്കും, നീതിമാന്മാർക്കും നീതി കെട്ടവർക്കും രക്ഷയുണ്ടോ? പ്രിയമുള്ളവരെ, രക്ഷ പ്രാപിക്കുവാൻ യോഗ്യത നീതിയിലൂടെയാണ്, നീതി ചെയ്യുന്നതിലൂടെയാണ്, നിഷ്കളങ്കതയിലൂടെയാണ്. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്നാകുന്നു, അത് ലോകത്തിൽ നിന്നല്ല. നാം നീതിയിലേക്ക് പോകുകയാണെങ്കിൽ, നന്മയിലേക്കും നിഷ്കളങ്കതയിലേക്കും പോകുകയാണെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റെങ്ങും നോക്കരുത്, ചുറ്റുവട്ടത്തിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ രക്ഷ പൂർണ്ണമാകത്തില്ല. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകിരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. ശത്രുഭീതി നീക്കി എന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിയൻ സൽപാദകേളിൽ നിത്യവും നടത്തിടുന്നു. നീതിയൻ സൽപാദകേളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. യഹോവയെങ്കിൽ നിന്ന് വരുന്ന രക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രതീക്ഷയെ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ലോകം നമുക്ക് രക്ഷ നൽകത്തില്ല, ഈ ലോകം സന്തോഷം തരത്തില്ല, ഈ ലോകം നമുക്ക് അനുഭവമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവ അനുഭവമുള്ളവരാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. ജീവൻ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ചില അനുഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചില മരുന്നുകൾ നമുക്ക് ചേരത്തില്ല, ചില സുഖം ആസ്വദിക്കാൻ പറ്റത്തില്ല, ചില വസ്ത്രം നമുക്ക് ചേരത്തില്ല. നമ്മൾ കാണത്തില്ല, ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ കൊതി മാറുന്നില്ല. ഒരു വസ്ത്രം ധരിക്കുന്നു, ഒരാഴ്ച ധരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റൈല് പോകുന്നു, നമ്മൾ വേറെ വസ്ത്രം ധരിക്കുന്നു, പുതിയത് മാറി മാറി ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്ത്ര ചേഞ്ച് ഇന്നോട്ട് തുടങ്ങിയതല്ല. ദൈവത്തിൻ്റെ പ്രകാശവസ്ത്രം മനുഷ്യന് നഷ്ടപ്പെട്ടതോടുകൂടി ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. അന്ന് മനുഷ്യൻ ആദ്യം അത്തിയില ഇട്ടു, പിന്നീട് മൃഗത്തോല് ധരിച്ചു, കാലാന്തരത്തിൽ പലവിധമായ വസ്ത്രം ധരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇനി എത്ര ധരിച്ചാലും ഇത് നമുക്ക് പൂർണ്ണമാകത്തില്ല. അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ദൈവം ധരിപ്പിക്കുന്ന, തമ്പുരാൻ ധരിപ്പിക്കുന്ന മഹത്വവസ്ത്രം ധരിക്കണം. കാരണം ദൈവത്തിൻ്റെ ഈ സൃഷ്ടിക്ക് ചേരുന്നത് ദൈവത്തിൻ്റെ മഹത്വവസ്ത്രമാണ്, ആ വിശുദ്ധിയുടെ വസ്ത്രമാണ്, ആ അനുഭവത്തിൻ്റെ വസ്ത്രമാണ്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, എന്നാലംകാരവസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ. എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല മേലാൽ. എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചോ പ്രിയമുള്ളവരെ, കഷ്ടകാലത്ത് അവനവരുടെ ദുർഗമാകുന്നു. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അവൻ നമുക്കൊരു മറവിടമാണ്,
കഷ്ടകാലത്ത് ദുർഗമാകുന്നു എന്ന് പറയുമ്പോൾ അവൻ നമുക്കൊരു മറവാണ്, ഒരു കാവലാണ്. എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് യുവർ റെഫ്യൂജ് അണ്ടർനീത്ത് ദി മൈറ്റി ആംസ്. എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് യുവർ റെഫ്യൂജ് അണ്ടർനീത്ത് ദി മൈറ്റി ആംസ്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാകുന്നു. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, ദൈവം അവരുടെ രക്ഷയാണ്, അവരുടെ ദുർഗമാണ്. നീതിമാന്മാരുടെ ദുർഗവും രക്ഷയും യഹോവയാകുമ്പോൾ നമുക്കും ആ ആസ്വാദനം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കണം. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നീതിമാന്മാരെ വിടുവിച്ച് രക്ഷിക്കുന്ന, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തിഗതമായ ജീവിതത്തിൽ നമ്മൾ സാക്ഷിക്കണം. ദൈവമേ, നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഗുണവും നന്മയും ഒന്നുമില്ല, അനുഭവങ്ങളൊന്നുമില്ല, എങ്കിലും ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ സഹായിച്ചു വിടുവിക്കണമേ. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദുഷ്കർമ്മികളുടെ ദുഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇനിയും അതിന് വളരണം. യഹോവയിൽ നീതിമാന്മാർ ആശ്രയിച്ച് രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷയുടെ അനുഭവം പ്രാപിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ടോ ഇന്ന് അനുഭവത്തിൽ പോയെന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രമായില്ല. യഹോവയോടൊരു വലിയ ബന്ധം വേണം. എൻ്റെ ദൈവവുമായിട്ടൊരു വലിയ ബന്ധം വേണം. ദൈവത്തെ മുറുകെ പിടിക്കണം. അവൻ്റെ വിലാപ്പുറത്തെ ചുംബിക്കണം. കാൽപാദങ്ങളെ കെട്ടിപ്പിടിക്കണം. പ്രാർത്ഥനയിലും ജീവിതത്തിലും ദർശനത്തിലും ഈ അനുഭവം കരഗതമാകുവാൻ ഇടയാകട്ടെ. 37-ാം സങ്കീർത്തനം ആകമാനം അതൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. ദാവീദിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു. എല്ലാവരും നീതിയിലേക്ക് വരണമെന്നുള്ള ആഹ്വാനമായിരുന്നു. വന്നില്ലെങ്കിൽ ഉണ്ടാകുവാൻ പോകുന്ന പ്രതിസന്ധികളെ പറ്റിയുള്ള മുന്നറിയിപ്പുകളായിരുന്നു. ഒരു വീണ്ടെടുപ്പിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു. ദാവീദ് 4000 വർഷങ്ങൾക്ക് മുൻപ് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ നമ്മളും പഠിച്ച ചില കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താം. തലമുറകൾക്ക് വെളിച്ചമായി രക്ഷയായി സാക്ഷ്യപ്പെടുത്താം. ദൈവത്തിങ്കിലേക്ക് നോക്കി, ദൈവത്തിൻ്റെ നീതിയിലേക്ക് നോക്കി നീതിമാന്മാരുടെ അവകാശം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.